നമസ്കാരം. വിജിലൻസ് തത്തയും വെള്ളരിപ്രാവുകളുടെ ചങ്ങാതിമാരും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പ്രാവിലേക്ക് പിന്നീട് വരാം. ആദ്യം തത്തയുടെ കാര്യം. കേജ്ഡ് പാരറ്റ് അഥവാ കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത് CBI ആണ്. ഇപ്പോൾ സംസ്ഥാന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയെയും കടന്ന് അതിൻ്റെ ഡയറക്ടറെയും തത്ത എന്നാണ് നിയമസഭയിലെ ചർച്ചയിൽ പോലും വിശേഷിപ്പിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചിട്ടാണോ എന്നറിയില്ല. വിജിലൻസ് ഡയറക്ടർ സ്ഥാനമൊഴിയാൻ സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ്. പോലീസ് സർവീസിലാണ് ജോലിയെങ്കിലും മുൻ സർക്കാരുകൾ ജേക്കബ് തോമസിനെ പോലീസിൽ ഒഴികെയുള്ള മറ്റിടങ്ങളിലാണ് ദേശാടനത്തിന് അയച്ചിരുന്നത്. ദേശാടനം മതിയാക്കി പുതിയ ആകാശവും പുതിയ ഭൂമിയും തേടി ഈ തത്ത പറന്നു പോകാൻ ഒരുങ്ങുകയാണ്. യാത്രയായി യാത്രയായി കണ്ണീരിൽ മുങ്ങി ശുദ്ധനാമുന്നിതൻ ദേശാടന വേളയായി. ഓരോ ദിവസവും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയല്ലേ. ഓരോ ദിവസവും ഇന്നത്തെ സത്യമല്ല എന്നൊക്കെ ഞാൻ അതിന് മുമ്പും ഒക്കെ അവിടെ തന്നെ പറഞ്ഞതാണ്. അച്ഛൻ പോവാണ് മക്കളെ. അനുഗ്രഹിക്കൂ അമ്മേ, അനുവദിക്കൂ പോകാൻ അനുവദിക്കൂ. സാർ ഇവിടെ തത്തയെ പറ്റി പറഞ്ഞല്ലോ. ഇന്ന് തത്തയുടെ ഗതി എന്താണ്? തത്ത ഇപ്പൊ രാജിവെച്ചു എന്ന് പറയുന്നു. സാർ, തത്തയുടെ രാജിയുടെ കാരണം എന്താണ്? ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ദുരൂഹമാണ്. മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം മൂലമാണോ തത്ത രാജിവെച്ചത്? ഏത് കൊടുങ്കാറ്റിനും പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞ തത്ത ഇപ്പൊ കൊടുങ്കാറ്റ് പോയിട്ട് മന്ദമാരുതൻ അടിച്ചപ്പോൾ തന്നെ വേണ്ടെന്ന് വെച്ച് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാർ, ജേക്കബ് തോമസ് നല്ല ഉദ്യോഗസ്ഥനാകാം, പക്ഷെ 6 മാസത്തിൽ കൂടുതൽ ഒരു പോസ്റ്റിലും അദ്ദേഹം പോലീസിൽ നിന്നിട്ടില്ല എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള തനിക്കെതിരെ പഴയ ഒരു കേസ് പുതിയതെന്ന മട്ടിൽ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നതിലാണ് ജേക്കബ് തോമസിൻ്റെ പ്രതിഷേധമെന്ന് തോന്നുന്നു. അതോ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ മറ്റെന്തെങ്കിലും സമ്മർദ്ദങ്ങൾ തത്ത നേരിട്ടോ എന്നും അറിയില്ല. ഇയാളെ ഒന്ന് കുത്തിക്കളയാം, എന്നിട്ട് ഇയാൾ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് പോയിക്കോട്ടെ, മടുത്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിൽ പലതും എഴുതുകയും പലതും പറയുകയും ചെയ്യുമ്പോൾ സമൂഹ നന്മ, മുമ്പേ പറഞ്ഞതുപോലെ ഏത് പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്, വാട്ട് ഈസ് മൈ പർപ്പസ്, എറിയുന്നതിന് മുമ്പ് ഈ കല്ല് കൊണ്ടു കഴിഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്, ഏത് പക്ഷത്തെയാണ് ഇത് ഉപകാരം ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചിട്ട് വേണം ഈ കല്ലെറിയാൻ എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. വിജിലൻസ് തത്ത എവിടേക്കെന്നില്ലാതെ പറന്നു പോകുകയാണെന്ന് കേട്ട പലരുടെയും മനസ്സിൽ ലഡു പൊട്ടിയിട്ടുണ്ട്. എന്നാൽ തത്ത ഇവിടെ തന്നെ പറന്നു കളിക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാരും CPM-ഉം തത്തയ്ക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. കണിമംഗലത്തുകാർ അവിടുത്തെ കാക്കൽ സാഷ്ടാംഗം വീഴാൻ വന്നിരിക്കുകയാണ്. കാവിലമ്മയുടെ മുഖം തെളിഞ്ഞു. ഞങ്ങളുടെ ജീവിതവും നന്ദി പറഞ്ഞ തീരില്ല. വേണ്ട, നന്ദി പറയേണ്ടത് എന്നോടല്ല. ഞാനൊരു നിമിത്തം, ഒരു ഉപകരണം, ഒരു വെറും ബിനാമി. ഇതാ നിൽക്കുന്നു നിങ്ങളുടെ തമ്പുരാൻ. ഈ മനുഷ്യന്റെ നല്ല മനസ്സും ദയയും അതാണ് എല്ലാറ്റിനും കാരണം. അർഹിക്കുന്നതിലപ്പുറം ഒന്നും എനിക്ക് തരരുത്. നിങ്ങളുടെ അനുവാദം വാങ്ങി ഈ മണ്ണിൽ നിന്നും യാത്ര തിരിക്കട്ടെ. ജേക്കബ് തോമസ് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സർവീസിൻ്റെ ഏറ്റവും അഭിമാനമാണ് അദ്ദേഹം. ഞങ്ങളുടെ തമ്പുരാനെ പോകരുതെന്ന് പറയലു സാർ. അരുതെന്ന് പറയലു സാർ. സാർ, മനസ്സിന്റെ നന്മകൊണ്ട് ഞങ്ങളുടെ തമ്പുരാൻ കോടീശ്വരനാണ്. തമ്പുരാനെ ഈ കണിമംഗലത്തിൽ വേണം പറയൂ സാർ. അഴിമതി വീരന്മാരായിട്ടുള്ള ആളുകൾ കുപ്രചരണം നടത്തി അദ്ദേഹത്തെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ആ ശക്തികൾ. ഏത് ശക്തികൾ? ആ കറുത്ത ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വില പോകാൻ പോണില്ല, വില പോയി കൂടാ. ഗോവിന്ദൻകുട്ടി ഇവിടെ കിടക്കും. എന്റെ നെഞ്ചത്തെ ഒട്ടി പോവാം. പോകരുത് തമ്പുരാൻ. ഇല്ല ഗോവിന്ദൻകുട്ടി, പോണം, പോയേ പറ്റൂ. സാർ, കൂട്ടിലെ തത്ത
കൂട്ടിൽ നിന്ന് പുറത്തു വന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ തത്ത ഇപ്പോഴും കൂട്ടിൽ നിന്ന് പുറത്തു വന്ന് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന്റെ അകത്തിങ്ങനെ പുറത്തേക്ക് പറയാൻ അതിന് പറ്റുന്നില്ല സർ. തത്തയുടെ കാല് തല്ലി ഒടിച്ച് ചിറക് മുഴുവൻ ഇല്ലാതാക്കി അവിടെ ഇട്ടിട്ട് തത്തേനെ ഇങ്ങനെ കളിപ്പിക്കുന്ന കളി അത് ഞങ്ങൾക്ക് ശീലമില്ല. ഞങ്ങള് തത്തയായിട്ട് തന്നെ നിന്നോട്ടെ എന്നാണ്. അതിന് യാതൊരു പ്രയാസവും ഇല്ല. നീ പോകുന്നില്ല, ഇവരുടെയൊക്കെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് നിനക്ക് പോകാൻ കഴിയില്ല. പാടില്ല ജഗൻ, നീ എന്നോട് ക്ഷമിക്കേ. നീ ഇവിടെ വേണം, ഇവരുടെയൊക്കെ തമ്പുരാനായിട്ട്. ഓരോ ദിവസവും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയല്ലേ. തത്തി തത്തി നടക്കും തത്തമ്മേ, പാറി പാറി വരുന്നൊരു തത്തമ്മേ. കളിയാടാൻ വാ, നീ കഥ ചൊല്ലാൻ വാ. കളിയാടാൻ വാ, നീ കഥ ചൊല്ലാൻ വാ. തത്ത ഇവിടെ തത്തിക്കളിക്കുമോ കൊത്തിപ്പറന്ന് പോകുമോ എന്നൊന്നും അറിയില്ല. പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഗോഡ് ഫാദർ ഇല്ലാത്ത വനിതാ MLA-ക്കെതിരെ പാർട്ടിയുടെ സ്റ്റെപ്പ് ഫാദർ നടപടി. സ്റ്റെപ്പ് ഫാദർ നയത്തെ ചിറ്റപ്പൻ നയമെന്ന് പരിഭാഷപ്പെടുത്താൻ ഇപ്പോൾ പറ്റില്ല. കാരണം നമ്മുടെ ചിറ്റപ്പൻ മുത്താണ്, മുത്ത്. ബിജിമോൾ MLA-ക്ക് പാർട്ടിയിൽ അത്തരമൊരു ചിറ്റപ്പൻ ഇല്ലാത്തതാണ് വിനയായത്. വിജയസാധ്യത കണക്കിലെടുത്ത് പാർട്ടി മാനദണ്ഡത്തിൽ ഇളവ് നൽകി മൂന്നാമതും മത്സരിപ്പിച്ചതാണ്. അടുത്ത തവണ മത്സരിക്കാൻ പറ്റിയെന്ന് വരില്ല. പീരുമേട്ടിൽ സമരമുഖത്തും തൊഴിലാളികൾക്കിടയിലും ഇടിച്ചു നിൽക്കുന്ന MLA പാർലമെൻ്ററി വ്യാമോഹിതയായി ചിലത് തുറന്നു പറഞ്ഞതുപോയി. ഭാർഗവി തങ്കപ്പനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കിയതല്ലാതെ ഒരു വനിതയെ ഇതുവരെ CPI മന്ത്രിയാക്കിയിട്ടുണ്ടോ? ഇത്തവണ അതിനുള്ള ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അത് കളഞ്ഞുകുളിച്ച CPI-യിലെ 500-ന്മാർ ഗോഡ് ഫാദർ ഇല്ലാതെ പോയ വനിതാ MLA-ക്കെതിരെ നടപടിയും എടുത്തിരിക്കുകയാണ്. ബിജുമോളെ സംസ്ഥാന കൗൺസിൽ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനല്ല, സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കാൻ ഇന്ന് കൂടിയ കൗൺസിൽ ഐക്യകണ്ഠ്യേന അത് അംഗീകരിച്ചു. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്, കതിർ കലമേകും മണ്ണാണ് മണ്ണ്. അവർക്ക് മന്ത്രിയാകാൻ പറ്റുന്നത് ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മന്ത്രിയായ 4 പാവപ്പെട്ട ആളുകൾക്ക് ഗോഡ് ഫാദർ ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അവൾ തൊടിയെല്ലാം നനച്ചിട്ട് തുടുവേർപ്പും തുളച്ചിട്ട് അരയിൽ കൈ കുത്തി നിൽക്കും പെണ്ണ്, നല്ല മണവാളിൻ ചുണയുള്ള പെണ്ണ്. പാവം ബിജിമോൾക്ക് CPI-യിൽ ഗോഡ് ഫാദർ ഇല്ലെങ്കിലും നമ്മുടെ സുരേഷ് ഗോപിക്ക് BJP-യിൽ ഒരുപാട് ഗോഡ് ഫാദർമാരുണ്ട്. ഔദ്യോഗികമായി പാർട്ടിയിൽ അംഗത്വം എടുത്തത് ഇപ്പോഴാണ്. അംഗത്വം ഇല്ലാതെയായിരുന്നു ഇതുവരെയുള്ള പത്രാസ്. പ്രധാനമന്ത്രിയും പാർട്ടി അധ്യക്ഷനും പങ്കെടുത്ത വേദികളിൽ സുരേഷ് ഗോപിക്ക് പ്രത്യേക ഇരിപ്പിടവും കലാകാരനെന്ന നിലയിൽ രാജ്യസഭാ അംഗത്വവും ലഭിച്ചു. പാർട്ടി അംഗത്വം പോലും ഇപ്പോഴാണ് ലഭിച്ചത്. ഇതാണ് നല്ല ചിറ്റപ്പന്മാരുള്ളതിൻ്റെ ഗുണം. അങ്ങനെ സുരേഷ് ഗോപി താമര പാർട്ടി അംഗവുമായി. There are two things. 29th of October will be 6 months old Rajya Sabha member Suresh Gopi. So before that I have to join my party. So technically now I have
join BJP. Until now, I was a party worker before even technically turning out into be a party member. So today makes it very evident and clear that I am a BJP member also. വാ വാ താമര പെണ്ണേ നീ എൻ പൂങ്കരളല്ലേ വാ വാ താമര പെണ്ണേ നീ എൻ പൂങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ ഓ താളം തുള്ളാൻ വാ കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. I had met the Prime Minister and the party president. Party president instructed to meet up with Mukhtarji and Bhupender Singh Ji, and today it has happened in the morning. I'm happy that I've been given a better opportunity to serve the party and through that serve the nation. വാ വാ താമര പെണ്ണേ നീ എൻ പൂങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ ഓ താളം തുള്ളാൻ വാ കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. ഒരു മിസ് കോൾ അടിച്ചാൽ കിട്ടുമായിരുന്നല്ലോ അംഗത്വം. പിന്നെ വൈകി ഏർപ്പാടാക്കിയത് എന്തിനാണാവോ? ഒരുപക്ഷേ പുതിയ അംഗത്തെ MP ആക്കി എന്ന പരാതി ഒഴിവാക്കാനായിരിക്കാം. ഇടവേളയാണ് വെള്ളരിപ്രാവുകളുടെ ചങ്ങാതിമാർ. എല്ലാ ബഹുജനങ്ങളും കൈകോർത്ത് പിടിച്ച് മുന്നേറേണ്ട ഒരു ഘട്ടമാണ്. സാരോപദേശം ചെയ്യേണ്ടത് കണ്ണൂരിലെ തന്റെ പാർട്ടി പ്രവർത്തകരോടാണ് എന്നാണ് എനിക്ക് പറയുവാൻ.